പെണ്ണ് നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, മാസ്കുലിൻ ഇൻഡിഫറൻസ്, ലെറ്റ് ദം ഗോ ആറ്റിറ്റ്യൂഡ്. ഇനി നീ സക്സസ്ഫുൾ ആയി നിനക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി പെണ്ണിനെ നീ സ്വന്തമാക്കി നോക്കട്ടെ. അവൾ നിന്റെ കൂടെ ലൈഫ് ലോങ് നിൽക്കണമെങ്കിൽ അവൾ നിനക്ക് ഒട്ടും അട്രാക്റ്റീവ് അല്ല എന്ന കണ്ണോടുകൂടി അവളെ കാണണം കുറച്ച് പാടാണ്. പക്ഷേ ഇതാണ് മാസ്കുലിൻ ഇൻഡിഫറൻസ്. അവളുടെ സൗന്ദര്യത്തിലും വാക്കിലും മയങ്ങി അവളിൽ അഡിക്റ്റ് ആയി അവളെ ഒബ്സസ്ഡ് ആയിട്ട് ആരാധിക്കാൻ തുടങ്ങിയാൽ, അവളെ നിനക്ക് കിട്ടിക്കഴിയുമ്പോൾ നിനക്ക് ഒരു ഓണം ബമ്പർ ഒരു വൈബ് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നീ അവൾ ഇമോഷണലി അഡിക്റ്റും ഡിപെൻഡന്റ് ആയി അവളില്ലാതെ നിനക്ക് പറ്റില്ല എന്ന രീതിയിൽ സെന്റിമെന്റലൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും അവൾ നിന്റെ വീക്ക്നെസ് പെട്ടെന്ന് സെൻസ് ചെയ്യും. കാരണം അവളുടെ ഇവല്യൂഷണറി സ്റ്റേജിൽ അതൊട്ടും സേഫ് അല്ലാത്തൊരു സ്പേസ് ആണ്. ഒറ്റയ്ക്ക് കോൺഫിഡൻസ് ഉള്ള കുറച്ച് റഫായ സ്വന്തം ലൈഫിനും ഗോൾസിനും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന നല്ലൊരു ലീഡറിനെയും പ്രൊട്ടക്ടറിനെയാണ് അവൾ പാർട്ണറായിട്ട് നോക്കുന്നത്. എനിക്കിത് ആരാന്ന് അറിയില്ല. സത്യമായിട്ടും ഈ അഡ്വൈസ് തരുന്ന ഈ വ്യക്തി ആരാന്ന് എനിക്ക് അറിയില്ല. എവിടേക്കോ ഞാൻ ചില റീൽസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാനത് കാഷ്വലി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ചില കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഞാനങ്ങനെ ലൈക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാവണം, എനിക്കറിയില്ല. പക്ഷെ ഈ വീഡിയോയിൽ പറയുന്നൊരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ യുവർ വൈഫ് വിൽ ഇമ്മീഡിയറ്റ്ലി ഓർ യുവർ പാർട്ട്ണർ ഇറസ്പെക്റ്റീവ്, ഇതിപ്പം ആണുങ്ങൾ മാസ്കുലിൻ ഇൻഡിഫറൻസ്, ഒന്നാമത് ആ വാക്ക് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളൊരു ഗേൾ ഫ്രണ്ട് ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ മാസ്കുലിൻ ഇൻഡിഫറൻസ് എന്ന് പറയുന്ന ഈ ടെക്നോളജി, ഈ ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് ആദ്യം തോന്നുന്ന കാര്യം, പാർട്ട്ണർക്ക് നിങ്ങളോട് എംപതി ഇല്ല, നിങ്ങൾ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് അവരെക്കുറിച്ച് ജീവിതത്തിന് അവർക്ക് കൊടുക്കുന്നത്, ജീവിതത്തിനെ കുറിച്ച് കൊടുക്കുന്നത്. ഒരാൾക്ക് ഒരാളുടെ കൂടെ വാണ്ടഡ് എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ ഒരു കാലത്ത് നിൽക്കാൻ പറ്റില്ല. മാസ്കുലിൻ ഇൻഡിഫറൻസിലൂടെ നിങ്ങളുടെ ബന്ധം ദൃഢമാകുന്നതിന് പകരം മാസ്കുലിൻ ഇൻഡിഫറൻസ് എന്ന് പറയുന്ന ഈ പുതിയ ടെക്നോളജിയിലൂടെ അവർ നിങ്ങളെ ഇട്ട് പോവുകയും ഡിവോഴ്സ് ചെയ്യുകയും ബാക്കി ജീവിതം നിങ്ങൾക്ക് സുഖമായിട്ട് ആലിമണി കൊടുത്ത് ജീവിക്കുകയും ചെയ്യാം. ഒരാൾക്ക് ബേസിക് ആയിട്ട് വേണ്ടത്, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, എൻ്റെ ഭർത്താവാണ് എന്നോട് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി കാണിക്കുന്നതെങ്കിൽ ഞാൻ വൈകാതെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. എനിക്ക് ജീവിക്കാനുള്ള വകയും അത്യാവശ്യം ഞാൻ നല്ലൊരു ജോലിയും ചെയ്യുന്നത് കൊണ്ട് ഒരു RCA രജിസ്റ്റേർഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയ ഞാൻ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഞാൻ കേട്ടിട്ടില്ല. അപ്പം സൊസൈറ്റി എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ല. ഇപ്പോഴും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് സെർച്ച് ചെയ്തിട്ടും നല്ലൊരു കുട്ടിയെ കിട്ടാതെ അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, നല്ലൊരു പാർട്ട്ണറെ കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആൾക്കാർ ഈ ഒരു അഡ്വൈസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും 100% ഉറപ്പായിട്ട് ഞാൻ പറയുന്നു അത് ഡിവോഴ്സിൽ അവസാനിക്കും. സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം സ്വർണം, മുത്ത്, പവിഴം ഇതിനേക്കാളും ഒക്കെ ഉപരി വേണ്ടത് വാലിഡേഷനും അക്സെപ്റ്റൻസും ആണ്. Just be respectful to the other person and they would be respectful to you. Your relationship will be healthy. Divide the opportunities. Divide the responsibilities. Be non-toxic. This is a toxic indicator. നീ പോയാലും എനിക്ക് പുല്ല, നീ പോയാലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. വി ഷുഡ് മേക്ക് അവർ പാർട്ട്ണർ ഫീൽ വാണ്ടഡ്, ലവ്ഡ്. അതിനാണ് സ്കില്ല് വേണ്ടത്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.